അയ്യോ ചേച്ചി ഞാൻ കണ്ടില്ല കേട്ടോ. ചിന്നു പറ്റി ചേച്ചി? എന്താ നിങ്ങൾ ഓടി വരുന്നത്? എന്താ പറ്റി നിങ്ങക്ക്? ദേവിക്ക് എന്ത് പറ്റി? അവൾ പോയി. അവൾക്ക് ഇതെന്ത് പറ്റി? രാവിലെ ഞാൻ അവളെ വീട്ടിൽ ചെന്നപ്പോ അവളുടെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുക. ഞാൻ കുറേ വിളിച്ചിട്ടൊന്നും അവളെ കേട്ടില്ല. ഞാൻ എൻ്റെ വീടിന്റെ പിന്നാമ്പുറത്തൂടെ ചെന്ന് നോക്കിയപ്പോൾ അവളുടെ റൂമിന്റെ ജനാല തുറന്നു കിടപ്പുണ്ട്. അപ്പൊ അവളുടെ ജനലിൽ ചാരി ഇരിപ്പുണ്ട്. ഞാൻ മെല്ലെ പോയി തൊട്ടു. പെട്ടെന്ന് അവൾ മുന്നോട്ട് വീണു. എന്റെ കരച്ചിൽ കേട്ട് അടുത്തുള്ളവർ ഓടി വന്നു. വാതിൽ ചവിട്ടി തുറന്നു. നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ അവന്റെ ഒരു ഫോട്ടോയും ഒരു കത്തും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായിരുന്നു. ചിന്നു വാ, നമുക്ക് പോവാം. എനിക്ക് വയ്യ ചേച്ചി അവളെ കാണാൻ. എന്നോട് പറ്റില്ല. നമ്മുടെ ദേവിയല്ലേ, ഞാനും വരാം, നീ വാ. ചേച്ചി മോളെ എന്താ പറ്റി? എന്താ? ഇന്നലെ രാത്രി നമ്മുടെ ദേവി ആത്മഹത്യ ചെയ്തു. അയ്യോ, പോയിട്ട് വരാം. ചേച്ചി നിങ്ങളറിഞ്ഞോ ആ ദേവി? അറിഞ്ഞു മാഷ്. പാവം മുന്നിലേക്കുള്ള ജീവിതം ആലോചിച്ചിട്ട് അതായിരിക്കും അവളങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അവളങ്ങനെ ചെയ്യില്ല. അവള് ധൈര്യമുള്ള കുട്ടിയ മാഷ്. ഇന്നലെ കൂടി ഞാൻ ദേവിനെ കണ്ടതാ. ഇന്നലെ വീട്ടിൽ പാലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ദേവി. ഞാൻ ആ പാലുവത്തോടത്ത് തിരിച്ചു കൊടുക്കാതെ ദേവി ആ പരിസരം പോലും മറന്ന് എന്തൊക്കെയോ വിച്ചുമ്പയും പറഞ്ഞിരിക്കുന്നത്. എനിക്കത് കണ്ടിട്ട് താകെ ദേഷ്യമായി. ഞാൻ എന്തോ ചീത്ത പറഞ്ഞു. അവള് പാവ മാഷ്. ഒരു ചതിയന്റെ കെണിയിൽ പെട്ടതവള്. ആണോ? അതാണ് ദേവൻ എന്നൊക്കെ പറഞ്ഞത് അല്ലേ? അതെ മാഷെ. മാഷ് വന്നേക്കണ മുമ്പ് അവൻ അവിടെ ഉണ്ടായിരുന്ന. ആ പെണ്ണ് അവനെ മനസ്സിലാക്കിയില്ല, അവന്റെ ചതി മനസ്സിലാക്കിയില്ല. പക്ഷെ അവനുണ്ടല്ലോ, അവൻ എനിക്ക് അറിയില്ല പറയാ. എല്ലാം കഴിഞ്ഞു. അവന് രാത്രി അവിടെ ഇട്ടിട്ട് പോയി. അയ്യോ പാവം. മാഷ് വരുന്നോ? ഞങ്ങൾ പോവാണേ. ഞാൻ വരാം, ചേച്ചി നടന്നു. ശരി മാഷെ, ഞങ്ങൾ പോവാണ്. ചിമ്മടുത്ത് വാ, നമുക്ക് പോവാം.